ഹലോ, ഇന്ന് ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വിഷു അല്ലേ, ഇങ്ങനെ ഈ പായസം ഒന്ന് തയ്യാറാക്കി നോക്കണേ. അതിന് ചെറുപയർ പരിപ്പ്, ഗോതമ്പ് നുറുക്ക്, വലിയ പഴം, പിന്നെ ശർക്കര, 4 അച്ച് ശർക്കരയും 2 തേങ്ങേൻ്റെ പാലും, അത്രയാണ് കേട്ടോ ആവശ്യം. അപ്പോൾ ചെറുപയർ നുറുക്ക് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. കുക്കറിൽ ഒന്ന് നന്നായിട്ട് ഒരു ചുവന്ന നിറം ചെറുതായിട്ട് വരുമ്പോൾ നമ്മൾ അത് ഓഫാക്കി ഇടുക. നമ്മൾ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ഓഫാക്കി ഇടുക. അതിന് ശേഷം ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കുക. ഇനി മൂന്നാമത് എടുത്തു വെച്ച പാലും രണ്ടാമത് എടുത്തു വെച്ച പാലുമാണ് നമ്മൾ വേവിക്കാൻ എടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിന് നന്നായിട്ട് പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തേങ്ങാപ്പാൽ അവസാനം എടുത്ത് വെച്ചത് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അത് ഒന്ന് കുക്കറിൽ നല്ലോണം ആവി കയറ്റി ഓഫാക്കിയാൽ മതി. അങ്ങനെ 2 പ്രാവശ്യം ഓഫാക്കി ഇടുക കേട്ടോ. എന്നിട്ട് ഇതാ വലിയ നേന്ത്രപ്പഴമാണ്. അത് നന്നായിട്ട് ഒരു ചട്ടിയിലിട്ട് ഉടച്ചെടുക്കണം. നെയ്യോ വെളിച്ചെണ്ണയോ, നെയ്യ് ഇഷ്ടമല്ലാത്തവർ വെളിച്ചെണ്ണയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്ത് ഇതുപോലെ ഉടച്ചെടുക്കുക. കട്ടല്ലാതെ ഉടച്ചെടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ നമുക്ക് അത് കട്ടല്ലാതെ ഉടയാൻ നല്ല സുഖമാണ്. അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ച് നന്നായി ഇളക്കിയെടുക്കുക. എന്നിട്ട് അത് നമ്മൾ പായസത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പഴത്തിൻ്റെ മിക്സ് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി അതിൽ ഒഴിക്കുക കേട്ടോ. ഇനി നമ്മൾ 1-ാം പാലാണ് ഒഴിക്കാൻ പോകുന്നത്. 1-ാം പാല് ഞാൻ പറഞ്ഞില്ലേ, പാല് നന്നായിട്ട് എടുത്ത് വെക്കണം. 2 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതുപോലെ വലിയ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് ഒഴിച്ചിട്ട് പിന്നെ വല്ലാണ്ട് തിളപ്പിക്കരുത് കേട്ടോ. ഓഫാക്കിയിടുക. അപ്പോൾ പായസം റെഡിയായി. ഇനി ഇതിൽ കാഷ്യൂം തേങ്ങാക്കൊത്തും നെയ്യിൽ മൂപ്പിച്ചിട്ട് നമ്മൾ വറുത്തിടുകയാണ് കേട്ടോ. ഈ പായസം എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. നമ്മളെപ്പോഴും സേമിയ പായസം, പിന്നെ അതുപോലെ ചെറുപയർ പരിപ്പ് മാത്രം വെച്ചിട്ടുള്ള പായസം അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കൽ. അപ്പോൾ ഇത് ഒന്ന് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കൊണ്ട് നല്ല രസമുള്ളൊരു പായസമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക.